മലയാള സിനിമയിൽ ഒത്തിരി തിരക്കുള്ള സമയത്ത് തന്നെയാണ്, അതായത് നമ്മുടെ ഭരതൻ, പത്മരാജൻ തുടങ്ങിയ ഐ.വി. ശശി തുടങ്ങിയ വലിയ സംവിധായകരോടൊപ്പം നല്ല റോളുകൾ കൊടുത്ത് റഹ്മാനെ അഭിനയിപ്പിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ റഹ്മാൻ എന്നുള്ള നടനെ വേണ്ട രീതിയിൽ ഒരു സംവിധായകരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക്, തമിഴ് സിനിമയിലേക്ക്, അത് ഒന്ന് കൊടികുത്തി രാജാവായി നിന്നിരുന്ന കെ ബാലചന്ദ്രൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ ക്ഷണം കിട്ടുന്നത്. വെറും റോളിലല്ല, നായക സ്ഥാനത്ത്. അപ്പോൾ ബാലചന്ദ്ര വിളിച്ച് ആദ്യം റഹ്മാനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. റഹ്മാൻ്റെ മലയാള സിനിമകൾ മിക്കതും ഞാൻ കണ്ടിട്ടുണ്ട്. റഹ്മാൻ നല്ല നടനാണ്, നല്ല റോളുകൾ കിട്ടിയിട്ടുണ്ട്, പ്രശസ്ത സംവിധായക പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ റഹ്മാനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.